ഇനി മറ്റൊരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവ് നീങ്ങുന്നത്. നമുക്കറിയാം, താരസംഘടനയായ അമ്മയിലെ പ്രശ്നങ്ങൾ, ഭരണസമിതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അതിനിടെ ഈ അമ്മയിലെ താൽക്കാലിക കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന പ്രസിഡന്റ് ശ്വേത മേനോന്റെ ഹർജിയിൽ തന്നെ കക്ഷി ചേർക്കണമെന്ന അൻസിബയുടെ അപേക്ഷയ്ക്കെതിരെ ശ്വേത മേനോൻ രംഗത്ത്. അതായത് ശ്വേതയുടെ എതിർപ്പിൽ മുൻസിഫ് കോടതി വാദം കേൾക്കും. അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനം വിലക്കിയതിൽ രമേശ് പിഷാരടി എതിർപ്പറിയിക്കും. പിഷാരടിയുടെ വാദം 27-ന് കേൾക്കും. കടവന്ത്ര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യം തേടി നടൻ ടിനി ടോം നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയും കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, ആദ്യം ഈ ശ്വേത മേനോന്റെ എതിർപ്പുമായി ബന്ധപ്പെട്ടാണ്. അത് നമുക്കറിയാം, ഈ താൽക്കാലിക കമ്മിറ്റിക്കെതിരെ ശ്വേത മേനോൻ രംഗത്ത് വന്നിരുന്നു, കോടതിയെ സമീപിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ശ്വേത എന്താണ് ഈ അൻസിബയെ കക്ഷി ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് ശ്വേത എന്താണ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് കോടതിയിൽ? ടോം, ഇന്നായിരുന്നു അഡ്ഹോക് കമ്മിറ്റിക്കെതിരായ ശ്വേത മേനോന്റെ ഹർജി പരിഗണിച്ചത്. നേരത്തെ അൻസിബ അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു, ഹർജി അപേക്ഷ നൽകുകയും ചെയ്തിരുന്നു. ഈ ഒരു ശ്വേത മേനോൻ നൽകിയ ഹർജിയിൽ കക്ഷി ചേരണമെന്നായിരുന്നു ആവശ്യം പ്രധാനമായും ഉണ്ടായത്. പക്ഷെ ഇതിനെ പൂർണ്ണമായും എതിർത്തിരിക്കുകയാണ് ശ്വേത മേനോൻ. അതായത് ഈ അഡ്ഹോക് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അൻസിബ ഇടപെടേണ്ട കാര്യമില്ല. അതായത് അഡ്ഹോക് കമ്മിറ്റിക്കെതിരായിട്ട് മാത്രമുള്ള പരാതിയാണെന്നൊരു വാദമാണ് ശ്വേത മേനോൻ പ്രധാനമായും ഉന്നയിക്കുന്നത്. എന്തായാലും 27-നായിരിക്കും ഹർജി വീണ്ടും പരിഗണിക്കുക. അന്ന് വാദം കേൾക്കും. അന്നായിരിക്കും രമേശ് പിഷാരടിയുടെ വാദവും കേൾക്കുക. ഇതിൽ അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനം വിലക്കിയതിൽ രമേശ് പിഷാരടിയും എതിർപ്പ് അറിയിക്കുമെന്നാണ് അറിയാനായി സാധിക്കുന്നത്. അമ്മ സംഘടന നൽകുന്ന വിശദീകരണം, നേരത്തെ ഈ മോഹൻലാലിന്റെ ഭരണസമിതി ഒഴിഞ്ഞ സമയത്തും സമാനമായ രീതിയിൽ ഒരു പ്രതിസന്ധി നേരിട്ടിരുന്നു. അന്ന് ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കുകയും ആ അഡ്ഹോക് കമ്മിറ്റിയാണ് അടുത്ത തിരഞ്ഞെടുപ്പിന് മുൻപ് വരെ കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്തതെന്നാണ്. പക്ഷേ ശ്വേത മേനോൻ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ആ മോഹൻലാലിന്റെ കമ്മിറ്റി പിരിച്ചുവിട്ടതിന് പിന്നാലെ ആ കമ്മിറ്റിയിലെ അംഗങ്ങൾ തന്നെയാണല്ലോ അഡ്ഹോക് കമ്മിറ്റിയായി തുടർന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ശ്വേത മേനോന്റെ കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ അതിൽ കാര്യങ്ങളെല്ലാം വിപരീതമായി പോകുന്നതെന്ന ചോദ്യമാണ് ശ്വേത മേനോൻ ഉന്നയിക്കുന്നത്. ഒപ്പം ബൈലോയിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുകൂടിയാണ് ശ്വേത മേനോൻ വാദിക്കുകയും ചെയ്യുന്നത്. എന്തായാലും കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ കൺവീനർ സ്ഥാനത്ത് നിന്ന് രമേശ് പിഷാരടിയെ മാറ്റാനായി കോടതി ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ പിന്നാലെയാണ് രമേശ് പിഷാരടി അതിൽ നിന്നും രാജിവെക്കുകയും ചെയ്തത്. അന്ന് ജനറൽ ബോഡിക്ക് ശേഷം ശ്വേത മേനോൻ സംഘടനയിൽ നിന്ന് തന്നെ രാജിവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. പക്ഷെ പിന്നീട് പറഞ്ഞത് താൻ സംഘടനയിൽ നിന്ന് രാജിവെക്കില്ല, സംഘടനയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഒരു പോരാട്ടത്തിന് ഇറങ്ങുന്നതെന്നൊരു വിശദീകരണമാണ് ശ്വേത മേനോൻ പറയുന്നത്. എന്തായാലും ബൈലോ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു വാദമാണ് ശ്വേത മേനോൻ പ്രധാനമായും കോടതിയിൽ ഉന്നയിക്കുന്നത്. കേട്ടോ നവമി, അതോടൊപ്പം ടിനി ടോമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കോടതിയുടെ നടപടി എന്താണെന്ന് അറിയണം. പ്രത്യേകിച്ചും അൻസിബ നൽകിയ ഹർജിയിൽ ഇതുവരെയും ടിനി ടോമിനെതിരെ നടപടി ഉണ്ടായിട്ടില്ല. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം ചെയ്യലോ മറ്റ് അറസ്റ്റോ ഉൾപ്പെടെയുള്ള നടപടികൾ നീങ്ങിയിട്ടില്ല. വലിയ ആക്ഷേപം വരുന്നുണ്ട്. ടിനിക്ക് മുൻകൂർ ജാമ്യം നേടാനുള്ള സാഹചര്യം പോലീസ് ഒരുക്കുകയാണോ എന്ന് പോലും. എപ്പോഴാണ് കോടതി ആ കേസ്, ടിനിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്? ടോം, ഇന്ന് തന്നെ പരിഗണിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വൈകുന്നേരത്ത് മുൻപായി തന്നെ, കോടതി പിരിയുന്നതിന് മുൻപായി ഈ ഹർജി പരിഗണിക്കുമെന്നാണ് അറിയാനായി സാധിക്കുന്നത്. അൻസിബ തുടക്കം മുതൽ തന്നെ പറയുന്നത് ഈ ആരോപണ വിധേയർക്കൊപ്പമാണ് പോലീസിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെയാണ് 2 തവണയും താൻ നൽകിയ പരാതിയിൽ അതിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല. 2 പരാതികളിലും പോലീസ് തയ്യാറായില്ല. പിന്നീട് ടിനി ടോമിനെതിരെ കേസെടുക്കണമെന്ന് കോടതി പറഞ്ഞത് പിന്നാലെയാണ് അത്തരത്തിലൊരു നടപടിയിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തത്. എങ്കിൽ പോലും ടിനി ടോമിനെ അറസ്റ്റ് ചെയ്യുന്നതിലേക്കോ ചോദ്യം ചെയ്യുന്നതിനും പോലും വിളിപ്പിച്ചിട്ടില്ല എന്നാണ് അൻസിബയുടെ പരാതിയും. എന്തായാലും ഈ ഹർജി ഇന്ന് തന്നെ പരിഗണിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ടിനി ടോം പ്രധാനമായും പറയുന്നത് ഇതൊരു വ്യാജ പരാതിയാണ്. അത്തരത്തിൽ അൻസിബയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളൊന്നും തന്നെ താൻ നടത്തിയിട്ടില്ല. ഇത് തനിക്കെതിരെ ഒരുക്കുന്ന കെട്ടുകഥയാണെന്നാണ് ടിനി ടോമിന്റെ ഹർജിയിൽ പ്രധാനമായും പറയുന്നത്. എന്നാലും നിലവിൽ ഈ മതസ്പർദ്ധ വളർത്തുന്നത് അടക്കമുള്ള കുറ്റമാണ് ടിനി ടോമിനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത്. കടവന്ത്ര പോലീസാണ് കേസെടുത്തത്. ടിനി ടോമിനെ ഇതുവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുമില്ല. ആദ്യ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമുള്ളൊരു മൊഴി രേഖപ്പെടുത്തൽ ആയിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അൻസിബ
മൊഴി രേഖപ്പെടുത്താൻ എത്തിയപ്പോൾ പോലും പോലീസ് ഉദ്യോഗസ്ഥരില്ലാത്തതോടുകൂടി മടങ്ങുകയും ചെയ്തു. അങ്ങനെ ടിനി ടോമിനെതിരെ അൻസിബ നൽകിയ പരാതിയിൽ തുടർ നടപടികൾ ഒന്നും തന്നെ സ്വീകരിച്ചില്ല. അതിനിടയിലാണ് മുൻകൂർ ജാമ്യം തേടി ടിനി ടോം കോടതിയെ സമീപിച്ചത്. യെസ്, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നടി അൻസിബയുടെ പരാതിയിൽ അതുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്ത കേസിൽ മുൻകൂർ ജാമ്യം തേടി നടൻ ടിനി ടോം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.